ആസാമിലെ പ്രഫുല്ലകുമാർ മൊഹദ്ദ എന്ന 25കാരൻ മുഖ്യമന്ത്രിയായി ആസാം ഗണപരിഷത്ത് എന്ന പാർട്ടി ഉണ്ടാക്കി മുഖ്യമന്ത്രിയായി. പക്ഷെ പെട്ടെന്ന് വന്നതുപോലെ ഒരു സൂര്യോദയം പോലെ വന്നു. ഒരു നാൾ വന്നു, അടുത്ത നാളത് ചീറ്റിപ്പോയി. ഇന്ത്യയിലെ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗാന്ധിയനായിട്ടുള്ള വളരെ വെറ്ററൻ സീനിയറായിട്ടുള്ള അണ്ണാ ഹസാരെ, മഹാരാഷ്ട്രയിലെ റാലഗാഡ് സിദ്ധിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഈ അഴിമതിക്കെതിരെയൊക്കെ വലിയ സമരം നടത്തിയിരുന്ന, വിവരാവകാശത്തിന് വേണ്ടിയും അഴിമതിക്കെതിരെയും ഒക്കെ വലിയ സമരവും പോരാട്ടം നടത്തിയ അണ്ണാ ഹസാരയുടെ ഡൽഹിയിലുള്ള ഒരു സത്യാഗ്രഹം ഉണ്ടായിരുന്നു. ആ രാംലീല മൈതാനം ബോംബെയിൽ സത്യാഗ്രഹം നടന്നപ്പോൾ ലക്ഷങ്ങളാണ് കൂടെ സത്യാഗ്രഹം ഇരുന്നത്, പട്ടിണി കിടന്നതും. അതുപോലെ ഡൽഹി രാംലീല മൈതാനത്ത് വലിയൊരു സമരം നടത്തിയപ്പോൾ ആ സമരത്തിൻ്റെ നായകനായി നിന്നത്, ആ സമരത്തെ നയിച്ചത്, അല്ലെങ്കിൽ സമരം കോർഡിനേറ്റ് ചെയ്ത് ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന തുർക്കിയായിരുന്നു, യുവസിംഹമായിരുന്നു. ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി വളർന്നു വന്ന ആളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. രാജ്യത്താകെ തന്നെ പാർട്ടി ഉണ്ടാക്കി. പഞ്ചാബിലും ഡൽഹിയിലും അധികാരത്തിൽ വന്നു. ഡൽഹിയിൽ അധികാരത്തിൽ വന്ന് വലിയ ഒരുപാട് ഇലക്ട്രിസിറ്റി സൗജന്യം, വെള്ളം സൗജന്യം, യാത്രാ സൗജന്യം, ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു. ഹരിയാനയിൽ വലിയ ഹൈപ്പുണ്ടാക്കി. ഇന്ത്യയിൽ ഇതാ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയാണ് അടുത്ത പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് അവർ വളർന്നു, കെജ്രിവാൾ. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ മുന്നണി വന്നു. ഇന്ത്യ മുന്നണി വന്നപ്പോൾ അതിലും നിർണായക സ്ഥാനത്തായിരുന്നു കെജ്രിവാൾ. പക്ഷേ നിർഭാഗ്യവശാൽ ഡൽഹിയുടെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യമില്ലായ്മയാണ്. കാരണം ഇപ്പോൾ കോടതി പറഞ്ഞല്ലോ അദ്ദേഹം നിരപരാധിയാണെന്ന്. അവിടെ ഡൽഹിയിലെ ഗവൺമെൻറ്റിനെതിരെ മദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടൊരു അഴിമതി കേസ് വരികയും അതിൽ കെജ്രിവാൾ പെടുകയും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ നഷ്ടപ്പെടുകയും കഷ്ടപ്പെടുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്തു. ഇപ്പോഴിതാ ഇന്ന് കെജ്രിവാൾ അദ്ദേഹം വിതിമ്പി കരയുകയായിരുന്നു, അക്ഷരാർത്ഥത്തിൽ കരയുകയായിരുന്നു. ഒരു അക്ഷരം പോലും, ഒരു വാക്ക് പോലും, ഒരു അക്ഷരം പോലും പുറത്തു പറയാൻ കഴിയാതെ ഇന്ത്യയിലെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ അദ്ദേഹം കരയുകയായിരുന്നു. സത്യം ജയിച്ചല്ലോ, എന്നെ എന്തിനാണ് ജയിലിലിട്ടത്? ഞാൻ ഇവിടെ നമ്മുടെ തന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടതുപോലെ 45 ദിവസം തന്ത്രിയെ എന്തിനാണ് ജയിലിലിട്ടെന്ന് ചോദിച്ചാൽ ആർക്കാണ് ഉത്തരമുള്ളത്? അതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ പിടിച്ചിട്ടു. പക്ഷേ അദ്ദേഹം സത്യം പുറത്തു വന്നപ്പോൾ കരുത്തനായിരിക്കുകയാണ്. ഈ കരുത്തിന് പഞ്ചാബിൻ്റെ ഭരണം നിലനിർത്താൻ അവർക്ക് കഴിയുമോ? ഡൽഹിയിൽ കെജ്രിവാൾ തിരിച്ചു വരുമോ? കാരണം ശക്തനായി കഴിഞ്ഞു. അദ്ദേഹം അഴിമതി വിരുദ്ധനാണെന്നുള്ള വലിയ ഇമേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് കെജ്രിവാൾ വരുമോ എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയത്തിലെ വലിയ ഒരു പാഠമാണ് അദ്ദേഹം പഠിച്ചത്. അതിൽ അദ്ദേഹം ഒരുപാട് ഇരുത്തം വന്നു കഴിഞ്ഞു. ഇരുത്തം വന്ന, പാഠം പഠിച്ച, കാര്യങ്ങൾ മനസ്സിലാക്കിയ പുതിയ കെജ്രിവാൾ, അരവിന്ദ് കെജ്രിവാൾ നായകനായി ഉയരുമോ? ഇന്ത്യയുടെ അടുത്ത വളരെ പ്രധാനപ്പെട്ട നേതാവായി, പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ ശബ്ദമായി, ജിഹ്വയായി അരവിന്ദ് കെജ്രിവാൾ മാറുമോ? ഡൽഹി ഭരണം തിരിച്ചു പിടിക്കുമോ?